എല്ലാ തീരുമാനങ്ങൾ വളരെ സ്വാഗതാർഹമാണ്. ഒന്ന്, ഈ പ്രവർത്തിക്കാത്തവർക്ക് അവരെ നീക്കം ചെയ്യുന്നുള്ള തീരുമാനം അത് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ പാർട്ടി പദവികൾ അലങ്കാരമായി വയ്ക്കുന്നവർക്കുള്ള ശക്തമായിട്ടുള്ള താക്കീതാണ് ആ തീരുമാനം. അതായത് പണ്ട് ഈ പുരാണത്തിൽ അധ്വാനിച്ചിട്ട് പ്രതിഫലം കിട്ടാതെ പോയ പുരാണത്തിലെ ഒരു ദൈവം എന്ന് പറയുന്നത് സുബ്രഹ്മണ്യനാണ്. 3 ലോകം ചുറ്റി വന്നെങ്കിലും അധികം ഉദ്ദേശം കിട്ടിയില്ല. ഗണപതി ശൈലിക്കാണ് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് പാർട്ടിയിലുള്ളത്. അത് മാറ്റി സുബ്രഹ്മണ്യൻ്റെ ശൈലിയിലേക്ക് പോവുക. അതാണ് AICCയുടെ തീരുമാനം. അത് വളരെയധികം സ്വാഗതാർഹമാണ്. ഈ DCCക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറയുന്നു. അല്ല, DCCകളാണല്ലോ ആ പാർട്ടിയെ ജില്ലയിൽ നയിക്കുന്നത്. അപ്പോൾ DCCയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാവണമെന്നാണ്. കൂടുതൽ ഉത്തരവാദിത്വം നൽകുക എന്ന് പറയുമ്പോൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുക. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ടതും സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ പ്രധാന പങ്ക് DCCകൾക്കാണ്. അതുകൊണ്ട് തന്നെ DCCകൾക്ക് പ്രാധാന്യം കൊടുക്കാനുള്ള തീരുമാനം വളരെയധികം നല്ല തീരുമാനം. അഹമ്മദാബാദ് സമ്മേളനത്തിൻ്റെ എല്ലാ തീരുമാനങ്ങളും സ്വാഗതാർഹമാണ്. അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് അനുസരിച്ച് അതിൻ്റെ നേട്ടം പാർട്ടിക്കുണ്ടാവും. പ്രസിഡന്റിനടക്കം മാറ്റുമെന്ന് ഒരു സൂചന. കേരളത്തിൽ അങ്ങനെ പുനഃസംഘടനയുടെ ഒരു ചർച്ച ഇതുവരെ നടന്നിട്ടില്ല. പുനഃസംഘടന ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിലുണ്ടെന്ന് പറയുമ്പോൾ കേരളത്തിലും അത് സംബന്ധിച്ച് പുനഃസംഘടന ഉണ്ടാവും. പക്ഷെ അത് ഏത് രീതിയിൽ വേണമെന്നുള്ളതിനെക്കുറിച്ച് ഒരു ചർച്ചയും ഇപ്പം നടന്നിട്ടില്ല. അതൊക്കെ AICC എന്ന് കഴിഞ്ഞ് നേതാക്കൾ തിരിച്ചു വന്നതിന് ശേഷം അക്കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഈ നിലവിലിപ്പം ഈ സർക്കാർ ഈ മദ്യം ഒഴുക്കുന്നതിനായി കൂടുതൽ ഇളവുകൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് കൂടുതൽ ഇളവ് ഒരു ഭാഗത്ത് നൽകുക, മറുഭാഗത്ത് ലഹരിക്കെതിരെ പ്രതിജ്ഞ എടുക്കുക. ഇതാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞത്. സർക്കാർ വിചാരിച്ചാൽ ഈ ലഹരിയൊക്കെ കുറേ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു. എക്സൈസിനെയും പോലീസിനെയും ഒക്കെ നോക്കുകുത്തിയായിക്കൊണ്ട് ലഹരി മാഫിയെ കയറൂരി വിട്ടു. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് മദ്യത്തിന് ഇന്ന് കൊടുക്കുന്ന പ്രാധാന്യം. ഇപ്പോൾ മദ്യത്തിന് ഇനി ഏപ്രിൽ 1-ാം തീയതി പോലും അവധിയില്ല. കുടിക്കേണ്ടവർക്ക് ഇഷ്ടം പോലെ കുടിക്കാമെന്നാണ് സർക്കാർ നയം. എന്നിട്ട് മദ്യം കുടിക്കില്ല എന്ന് മന്ത്രിമാർ പ്രതിജ്ഞ ചൊല്ലി കൊടുക്കുക, ആളുകളെ കൊണ്ട് കുടിപ്പിക്കുക. അതാണ് സർക്കാരിൻ്റെ നയം എന്ന് പറയുന്നത്. അതാണ് ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞത്. ഇന്ന് ലഹരി കേരളത്തിൽ ഏറ്റവും വ്യാപകമായതിൻ്റെ കാരണം സർക്കാരിൻ്റെ പിടിപ്പുകേട് തന്നെയാണ്. കഴിഞ്ഞ 9 വർഷക്കാലം ഇവരെ കയറൂരി വിട്ടതിൻ്റെ ദുരന്തമാണ്. ഇപ്പോൾ നിങ്ങൾ ചാനലുകാരൊക്കെ മയക്കുമരുന്നിനെതിരായിട്ട് യാത്രകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇത് സാധാരണക്കാരന് പോയിട്ട് കഞ്ചാവ് പിടിക്കാൻ പറ്റുമോ? ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിലെ ഹോസ്റ്റലിൽ ഒരാളുടെ മുറിയിൽ നിന്ന് മാത്രം 20 ഗ്രാം കഞ്ചാവ് പിടിച്ചു. ഉടനെ ഫോൺ വന്നു. 300 മുറികളിൽ 11 മുറിയെ പരിശോധിച്ചപ്പോൾ തന്നെ 20 ഗ്രാം കഞ്ചാവ് കിട്ടി. അപ്പോൾ കൂടുതൽ പരിശോധിച്ചെങ്കിലും അപ്പോഴേക്കും അവർ തിരിച്ചു വിളിച്ചു. ഇതൊക്കെ സർക്കാർ തന്നെയാണ് രണ്ട് ഭാഗത്തും നിൽക്കുന്നത്. പണ്ട് പറയുമല്ലോ, മുയലിനോടൊപ്പം ഓടുകയും വേട്ടപ്പട്ടിയോടൊപ്പം വേട്ടയാടുകയും ചെയ്യുക. മദ്യമാഫിയ തുറന്നു വിടുക, അതുപോലെ മയക്കുമരുന്ന് മാഫിയ തുറന്നു വിടുക, മറുഭാഗത്ത് പ്രതിജ്ഞ ഇല്ല. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്.